രാജ്യത്തെ നടുക്കിയ വലിയൊരു ഭീകരാക്രമണം കഴിഞ്ഞുള്ള സർവകക്ഷി യോഗം, ഭരണ പ്രതിപക്ഷ പാർട്ടികളെല്ലാം സമ്മേളിക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച. അങ്ങനെ ഒരു ചർച്ചയിൽ സർക്കാരിനെ നയിക്കുന്ന പ്രധാനമന്ത്രി പങ്കെടുക്കാതിരിക്കുക. 26 നിരപരാധികളുടെ ജീവൻ അപഹരിച്ച പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചത്. ഏപ്രിൽ 24 വ്യാഴാഴ്ചയായിരുന്നു യോഗം. സാഹചര്യത്തിന്റെ ഗൗരവം എല്ലാ തരത്തിലും ഉൾക്കൊണ്ട പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര സർക്കാരിന് എല്ലാവിധ പിന്തുണയും അറിയിച്ചിരുന്നു. ചർച്ച വളരെ പോസിറ്റീവായി അവസാനിച്ചുവെന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നു: പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെ? ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ പാർട്ടികളും ഈ ചോദ്യം ഉന്നയിച്ചിരുന്നു. യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. അന്തിമ തീരുമാനമെടുക്കാൻ അധികാരമുള്ള പ്രധാനമന്ത്രി തന്നെ വിട്ടുനിൽക്കുക എന്നതിനെ കോൺഗ്രസ് ചോദ്യം ചെയ്തപ്പോൾ കാരണം പിന്നീട് ബോധിപ്പിക്കാമെന്നായിരുന്നു അവരുടെ മറുപടിയെന്നും ഖാർഗെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. മോദി ആകട്ടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിലായിരുന്നു. പ്രധാനമന്ത്രി അവിടെ ആയതിനാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായ ബിജെപിയുടെ പ്രധാന സഖ്യകക്ഷി ജനതാദൾ യുണൈറ്റഡും യോഗത്തിലെത്തിയിരുന്നില്ല. സന്ദർശനം വെട്ടിക്കുറച്ച് രാജ്യത്തെത്തിയ പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്ന് ആദ്യം പോയത് ബീഹാറിലേക്കായിരുന്നു. കലാപബാധിത മേഖലയായ മണിപ്പൂരിലും മോദി ഇതുവരെ പോയിട്ടില്ല. നൂറുകണക്കിന് മനുഷ്യരുടെ ചോര വീണ മണിപ്പൂരിനെ കുറിച്ച് മിണ്ടാൻ പോലും മോദി തയ്യാറായിരുന്നില്ല. പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം ഉൾപ്പെടെ കൊണ്ടുവരേണ്ടി വന്നു 3 മാസങ്ങൾക്ക് ശേഷമെങ്കിലും മോദി മണിപ്പൂർ എന്നെങ്കിലും പരാമർശിക്കാൻ. ഇക്കാര്യങ്ങളും നിലവിൽ വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പഹൽഗാമിലേത് കടുത്ത ഇന്റലിജൻസ് വീഴ്ചയാണെന്നും പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ആരോപിച്ചിരുന്നു. അതിന് സർക്കാർ ഉത്തരം പറയണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർവകക്ഷി യോഗത്തിൽ ഇക്കാര്യം ഉയർത്തിയപ്പോൾ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന കാര്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായാണ് വിവരം. ഭീകരാക്രമണത്തിന് പിന്നാലെ കശ്മീരിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയ സുരക്ഷാ അവലോകന ചർച്ചയിലും ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയ്ക്ക് ക്ഷണം ഉണ്ടായിരുന്നില്ല. ഇതും വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്.